രമേശ് ചെന്നിത്തല എന്ന വാർത്ത കൂടി ഈ ഘട്ടത്തിൽ വരികയാണ്. KC സന്തോഷം രേഖപ്പെടുത്തി പ്രതികരണം നടത്തുമ്പോൾ രമേശ് ചെന്നിത്തല തന്റെ അതൃപ്തി ഹൈക്കമാൻഡിനെ അറിയിച്ചു എന്നുള്ളതാണ്. റഹീസ്, എന്താണ് കടുത്ത തീരുമാനത്തിലേക്കൊക്കെ പോകുമോ രമേശ് ചെന്നിത്തല? എന്റെ പ്രിയ സുഹൃത്തുക്കളെ, ഇനിയാണ് നമ്മുടെ ഈ ഗവൺമെന്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ പ്രിയ സുഹൃത്തുക്കളെ ഇനിയാണ് കളി കാണാൻ പോകുന്നത്. കോൺഗ്രസിൽ നടക്കുന്ന അല്ലെങ്കിൽ ഇനി ഗവൺമെന്റിൽ നടക്കുന്ന കുത്തിത്തിരിപ്പുകളെയും ഒപ്പം തന്നെ പടരപ്പിണക്കങ്ങളുടെയും ഈ തൊഴുത്തിൽ കുത്തികളുടെയൊക്കെ കളികളൊക്കെ ഇനിയാണ് നമ്മൾ കേരള ജനത കാണാൻ പോകുന്നത്. ഇപ്പൊ തന്നെ നമ്മുടെ രമേശ് ചെന്നിത്തല അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. അതൃപ്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭീകരമായ അതൃപ്തിയാണ്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എന്ന രീതിയിൽ ഇപ്പോൾ പ്രചരിക്കുന്ന ന്യൂസ് മലയാളത്തിൽ വന്നൊരു വാർത്ത ഇങ്ങനെയാണ്: അവഗണിച്ചത് ശരിയായില്ല, മന്ത്രിസഭയിലേക്കുമില്ല, കടുത്ത അതൃപ്തി അറിയിച്ച് രമേശ് ചെന്നിത്തല. ചോദ്യം ഇത്രയാണ്: ഇനി രമേശ് ചെന്നിത്തല മന്ത്രിസഭയിൽ ഉണ്ടാകുമോ, ഇനി പിൻവലിയുമോ? ഒരുപക്ഷെ ഒന്നോ രണ്ടോ ആളുകളൊക്കെ പിൻവലിഞ്ഞുകൊണ്ടൊന്നും ഈ മന്ത്രിസഭ ഒരു കാരണവശാലും താഴെ വീഴാനും പോകുന്നില്ല. പക്ഷെ VD സതീശൻ മുഖ്യമന്ത്രി ആയതില് ഇവിടെ രമേശ് ചെന്നിത്തലയ്ക്ക് മാത്രമല്ല ഒരുപാട് ആളുകൾക്ക് അപാരമായിട്ടുള്ള ഒരു അതൃപ്തി ഉണ്ട്. കഴിഞ്ഞ ദിവസം K. സുരേന്ദ്രൻ എന്ന് പറയുന്ന BJP നേതാവിൻ്റെ പോസ്റ്റ് ഇങ്ങനെയാണ്: മുഖ്യമന്ത്രിയായി ആരെ പ്രഖ്യാപിച്ചാലും അദ്ദേഹം കരിപ്പൂരിൽ വിമാനമിറങ്ങി ആദ്യ ദർശനം പാണക്കാട് തറവാട്ടിലായിരിക്കുമെന്ന് ഉറപ്പ്. K. സുരേന്ദ്രൻ ഇപ്പോൾ പറഞ്ഞു വെച്ച കാര്യമാണ്. കൃത്യമായിട്ടും ഇതൊരു സോഷ്യൽ കൺസ്ട്രക്ഷന്റെ ഭാഗമാണ് കേട്ടോ. ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാം. എൻ്റെ സുഹൃത്ത് ഷബീർ എന്ന് പറയുന്ന ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം എനിക്ക് ഫേസ്ബുക്ക് വഴി ചില ഇൻഫർമേഷൻസ് തന്നിരുന്നു. അത് വെച്ച് പഠിച്ച് ഒരു വീഡിയോ ചെയ്യേണ്ടതുണ്ട്. അതിന് നമുക്ക് പിന്നെ സംസാരിക്കാം. ഇവിടെ K. സുരേന്ദ്രൻ കൃത്യമായിട്ട് പറയുന്നത് ആര് തന്നെ മുഖ്യമന്ത്രി ആയാലും അത് പാണക്കാട്ടെത്തി അവിടെ ദർശനം വാങ്ങിക്കുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരാൻ പോകുന്ന ഒരു ഗവൺമെന്റ് ഒരു പക്ക മുസ്ലിം അനുകൂല ഗവൺമെന്റ് ആയിരിക്കുന്നതും ഈ ഒരു ഗവൺമെന്റ് ഒരു കാരണവശാലും ഹിന്ദുക്കൾക്ക് ഒരു ഗുണവും ചെയ്യില്ല എന്നും തന്നെയാണ് K. സുരേന്ദ്രൻ പറയാൻ പോകുന്നത്. ഇങ്ങനെ പറഞ്ഞ് ഒരു അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും ഇവിടെ എങ്ങനെയെങ്കിലും BJPയുടെ എണ്ണം കൂട്ടുവാൻ, ഇവിടുത്തെ സീറ്റിന്റെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള വർഗീയ കളിയാണ് ഈ കളിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ K. സുരേന്ദ്രൻ. അതവിടെ കിടക്കട്ടെ. K. സുരേന്ദ്രൻ ഇത് അല്പനിമിഷം മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടിട്ടത് അത് ഇങ്ങനെയാണ്: ഹൈക്കമാൻഡ്. K. സുരേന്ദ്രന്റെ പോസ്റ്റാണ് ഹൈക്കമാൻഡ്. സുരേന്ദ്രൻ കൃത്യമായിട്ടും പറഞ്ഞു വയ്ക്കുന്നത് ഇവിടെ കോൺഗ്രസിലെ വലിയ ഉന്നത നേതാക്കന്മാരൊന്നുമല്ല VD സതീശനെ മുഖ്യമന്ത്രി ആക്കിയിട്ടുള്ളത്, അത് മുസ്ലിം ലീഗുകാരാണ്. മുസ്ലിം ലീഗിന്റെ ഭീഷണിയിൽ ഭയപ്പെട്ടിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് K. സുരേന്ദ്രൻ നമ്മുടെ ഹൈക്കമാൻഡ് പോയിട്ടുള്ളത്. അല്ലാതെ വേറെ ഒന്നുമല്ല. VD സതീശനല്ല ഇവിടെ മുഖ്യമന്ത്രി ആവുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു 8ന്റെ പണി ലീഗിന്റെ കയ്യിൽ നിന്ന് കിട്ടും എന്നുള്ള ബോധ്യമായതിന്റെ ഭാഗമായിട്ട് ലീഗിന്റെ മന്ത്രിയാണ് ഇത്, അല്ലാതെ പൊതുജനങ്ങളുടെയും കോൺഗ്രസ്സുകാരുടെയും മന്ത്രിയല്ല. ഇത് വെറും ലീഗിന്റെ മുഖ്യമന്ത്രിയാണ് എന്ന രീതിയിലാണ് ഇപ്പോൾ പോസ്റ്റുകളൊക്കെ വരുന്നത്. ഇവര് മാത്രമല്ല KCക്കും ഇത് വലിയ ഇഷ്ടമൊന്നും ആയിട്ടില്ല. KCയുടെ ഒരു ബൈറ്റ് ഇപ്പോൾ വന്നത് ഇങ്ങനെയാണ്. KCയുടെ തന്നെ കിട്ടണ്ടേ? അതാ, അതായത് AICC ജനറൽ സെക്രട്ടറി ആയിട്ട് തന്നെ താങ്കൾ തുടരുമോ എന്ന് KCയോട് ചോദിച്ചപ്പോൾ KC പറഞ്ഞ ഉത്തരം സുഹൃത്തുക്കളെ ഗംഭീരമായ ഉത്തരമാണ്. ശ്രദ്ധിച്ച് കേൾക്കണേ. അതും കൂടെ അഴിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കാം. നിങ്ങൾക്ക് അഴിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കാം. അതും കൂടെ അഴിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കാം. എങ്ങനെയുണ്ട്? KCയുടെ അതൃപ്തി കൃത്യമായിട്ട് പറഞ്ഞു കഴിക്കുന്നു. അതും കൂടി കൊടുക്കണമെങ്കിൽ VD സതീശൻ ഞാനത് കൊടുക്കാം. KPCCയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് KC വേണുഗോപാലാണ്. AICCയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ KC വേണുഗോപാലാണ്. കൃത്യമായിട്ടും ഈ ഒരു ചുമതല തന്നെ താങ്കൾ തുടരുമോ എന്നുള്ള ചോദ്യത്തിന് KC വേണുഗോപാൽ പറയുന്നത് ഇനി അതും കൂടി കൊടുക്കണമെങ്കിൽ ഞാൻ അങ്ങോട്ട് കൊടുക്കാം, അതുകൂടി VD സതീശന് കൊടുത്താം എന്നാൽ നിങ്ങൾക്ക് സമാധാനമാവുമോ, എല്ലാവർക്കും സമാധാനമാവുമോ എന്ന് പറയുന്ന അതൃപ്തി കലർന്ന, കൃത്യമായിട്ടും ഇതിനെ വേറെ ഒരു രീതിയിൽ നിങ്ങൾ കരുതണ്ട, കൃത്യമായിട്ടും അതൃപ്തി കലർന്ന ഒരു വാക്കുകൾ തന്നെയാണ് പറയുന്നത്. ഉള്ളിൽ നല്ല നീറ്റലുണ്ട്. എന്താ പറയാ, ഇപ്പോൾ പാടാൻ പറ്റിയ പാട്ടൊക്കെ തമ്മിൽ പിണങ്ങിപ്പോകല്ലേ എന്ന് പറയുന്ന വാഴ 2-ലെ പാട്ടൊക്കെ നമുക്ക് ഇപ്പോൾ ഒന്ന് ഓർമ്മ വരുന്ന രീതിയിലാണ് ഇദ്ദേഹം പറയുന്നത്. നോക്കൂ, സങ്കടകരമായ ദൃശ്യമാണ്. അതും കൂടെ അഴിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കാം.
ഇതിൽ നിന്ന് നിങ്ങൾക്ക് വേറെ എന്താ മനസ്സിലാക്കുന്നത്? അതും കൂടി എടുക്കണമെങ്കിൽ ഞാൻ കൊടുക്കാം എന്ന് കൃത്യമായിട്ടും ഇപ്പോൾ KC വേണുഗോപാൽ പറഞ്ഞിരിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ VD സതീശൻ മുഖ്യമന്ത്രി ആയതില് അത് അങ്ങോട്ട് കൊടുത്തതില് ഒട്ടും തന്നെ താല്പര്യം ഇഷ്ടം നമ്മുടെ ഇദ്ദേഹത്തിനും ഇല്ല എന്നുള്ളതാണ്. ഇനി ഇതൊക്കെ അവിടെ കിടക്കട്ടെ. ചില നായർ സഭകൾക്കും VD സതീശൻ ഇങ്ങനെ മുഖ്യമന്ത്രി ആയത് ഇഷ്ടമായിട്ടില്ല. കേൾക്ക്, ചിലരല്ല, ആകെ പറഞ്ഞല്ലേ ഉള്ളൂ. തീരുമാനമെടുക്കാനായിരുന്നെങ്കിൽ ജനങ്ങളെ ഇത്രയും കഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല. സത്യത്തിൽ ഒരു ജനാധിപത്യ സംസരമാണ് നടന്നിരിക്കുന്നത്. കീഴ്വഴക്കങ്ങളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല. അത് പാലിക്കപ്പെടേണ്ടത് തന്നെയായിരുന്നു. എൻ്റെ സുഹൃത്തുക്കളെ, നിങ്ങളെ ഈ ഒരു മനുഷ്യനെ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? എങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സുകുമാരൻ നായർ എന്ന് പറയുന്ന ഈ ഒരു നായരെ കഴിഞ്ഞ പിണറായി വിജയൻ നമ്മുടെ കേരളം ഭരിക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും തല പൊന്തിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും വിഷയത്തിൽ ഇദ്ദേഹം ഒരിക്കലും നമ്മുടെ മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ക്യൂ നിന്നതൊക്കെ നമ്മളൊക്കെ കണ്ടതല്ലേ? ഇങ്ങനെ പച്ചപുച്ഛം അടക്കിയിട്ട് ആ വാതിലേക്ക് നിങ്ങൾ കാവൽ നിന്നൊക്കെ നമ്മൾ കണ്ടതല്ലേ? ഇനി അത് കാണേണ്ടി വരില്ല. ഇവരുടെ മുറികളിലേക്കെല്ലാം അധികാരഭാവത്തോട് കൂടിയിട്ട് ജാതീയതയും ജാതി സമവാക്യങ്ങളുമായിട്ട് പോകുന്ന ഇത്തരം ജാതി ഭ്രാന്തന്മാരൊക്കെ ഈസി ആയിട്ട് കടന്നു കയറി ചെല്ലും നമുക്ക് കാണാൻ സാധിക്കും. ഇനി ജാതിക്കാർ ചെല്ലും, മതക്കാർ ചെല്ലും, തീവ്രവാദികൾ, എല്ലാ തരം വാദികളും ഇത്തരം ആൾക്കാരുടെ മുറികളിലേക്ക് ഈസി ആയിട്ട് കടന്നു ചെല്ലുവാനൊക്കെ വളരെ ഈസി ആയിട്ട് സാധിക്കും. ഇപ്പോൾ നോക്കൂ, ഇവിടെ മുഖ്യമന്ത്രി ആരാണ്, ഇവിടെ പ്രധാനമന്ത്രി ആരാണ് എന്നൊക്കെ തീരുമാനിക്കാൻ ഒരു നായർ സംഘടനയുടെ ഒരു വലിയൊരാളാന്ന് പറയുന്ന ഇത്തരം ആളുകൾക്കൊക്കെ എന്താണ് യോഗ്യത? ഇവരൊക്കെ ആരാണ് എന്നൊക്കെ ചോദിക്കണ്ടേ? ഇപ്പോൾ പറയുന്നു VD സതീശൻ മുഖ്യമന്ത്രി ആയതിൽ ഒട്ടുമേ ഇഷ്ടമില്ലാത്ത ആളുകളിൽ ഒരാള് ഇദ്ദേഹമാണ്. കേൾക്കണം. ചുരുക്കി പറഞ്ഞാൽ കോൺഗ്രസ് ലീഗിന് കീഴടങ്ങി എന്ന് വേണം പറയാൻ. ഇതേ അഭിപ്രായം തന്നെയാണ് നമ്മുടെ K. സുരേന്ദ്രനുള്ളത്. ലീഗിന് കീഴടങ്ങിയതിന്റെ ഭാഗമായിട്ടാണ് VD സതീശനെ മുഖ്യമന്ത്രിയാക്കിയത്. ലീഗിന് കീഴടങ്ങിയിട്ടില്ലെങ്കിൽ മുഖ്യമന്ത്രി ആക്കില്ലായിരുന്നു. ഇവിടെ KC ആയിരുന്നു വരേണ്ടത് എന്നാണ് പറയുന്നത്. KCക്കും അതൃപ്തിയുണ്ട്. ഇപ്പോൾ നമ്മുടെ RCP അതൃപ്തി പറഞ്ഞു. മിക്കവാറും മന്ത്രിസഭയ്ക്ക് ഉണ്ടാവുമോ ഉണ്ടാവില്ല എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. വളരെ കഷ്ടമായി. ജനാധിപത്യ മര്യാദ അനുസരിച്ചുള്ള ഒരു തീരുമാനമായിരുന്നെങ്കിൽ ഇതിങ്ങനെ ആയിരിക്കുമായിരുന്നില്ല. ജനാധിപത്യപരമായിട്ടായിരുന്നു തീരുമാനമായിരുന്നുവെങ്കിൽ ഒന്നെങ്കിൽ രമേശ് ചെന്നിത്തലയോ അല്ലെങ്കിൽ KC വേണുഗോപാലോ ആയിരിക്കുമെന്നാണ് ഇദ്ദേഹം സങ്കല്പിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹവും VD സതീശനും തമ്മിൽ വലിയ നല്ല ബന്ധമൊന്നുമില്ല. VD സതീശൻ ഇത്തരം ജാതി ആളുകളെയൊന്നും അടുപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത്തരം ആളുകളുടെയൊക്കെ മിണ്ടാതെ എവിടെയെങ്കിലൊക്കെ പോയി ഇരിക്കാൻ പറഞ്ഞതാണ്. തൻ്റെ തിണ്ണ നിറങ്ങാൻ വേണ്ടിയിട്ട് VD സതീശൻ തൻ്റെ തിണ്ണയിലേക്ക് വരണ്ട എന്ന് ഒരിക്കൽ സുകുമാരൻ നായർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സുകുമാരൻ നായരുടെ തിണ്ണ നിറങ്ങാൻ വേണ്ടി VD സതീശൻ കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് പോയിട്ടുമില്ല. അങ്ങനെ പോവാതിരിക്കുന്നതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള 5 വർഷത്തിനിടയ്ക്ക് നായന്മാരുമായി ബന്ധപ്പെട്ട ഇദ്ദേഹം അതാണല്ലോ നോക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യത്തിന് ഈ മുഖ്യമന്ത്രിയുടെ VD സതീശൻ എന്ന് പറയുന്ന തന്നെ ശത്രുവായ ഈ മുഖ്യമന്ത്രിയുടെ മുമ്പിലേക്ക് എത്തുന്നത് അത്ര നല്ല ഗുണകരമായിട്ടുള്ള കാര്യമൊന്നും ആയിരിക്കില്ലേ എന്ന് ഇദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ട് കേട്ടോ. അതല്ല, എനിക്ക് സതീശൻ പറഞ്ഞതിന്റെ അല്ല, പിന്നെന്താണ് രീതി, ആ രീതിയിലുള്ള ഒരു സമീപനമായിരിക്കേണ്ടിയിരുന്നില്ല ഹൈക്കമാൻഡ് സ്വീകരിക്കേണ്ടിയിരുന്നു. പിന്നെന്താണാവോ? ഇതിനാണെങ്കിൽ ഇത്രയും താമസിപ്പിക്കേണ്ട കാര്യം എന്തായിരുന്നു? എന്തായാലും ഇങ്ങനെ VD സതീശൻ മുഖ്യമന്ത്രി ആയതിലുള്ള എതിർപ്പുകൾ മെല്ലെ മെല്ലെ വന്നു തുടങ്ങി. ഇന്ന് വൈകുന്നേരത്തോട് കൂടിയിട്ട് എവിടെ നിന്നൊക്കെയാണോ പടക്കങ്ങൾ പൊട്ടാനുള്ളത്, അതായത് എവിടെ നിന്നൊക്കെയാണ് കോൺഗ്രസിന്റെ പൊട്ടിത്തെറികൾ ഉണ്ടാവുള്ളത്, ആ പൊട്ടിത്തെറികളൊക്കെ ഇനി തുടങ്ങും. കഴിഞ്ഞിട്ടില്ല, ഇപ്പോൾ മുഖ്യമന്ത്രിയെ തീരുമാനിക്കപ്പെട്ടിട്ടുള്ളൂ. ഇനി അങ്ങോട്ട് മന്ത്രിമാരെ തീരുമാനിക്കാനുണ്ട്. ഘടകകക്ഷികൾക്ക് മിനിമം 9 മന്ത്രിമാരെ കൊടുക്കേണ്ടി വരും. 9 എണ്ണം മിനിമം. ഒരു 5 മന്ത്രിമാരെ തീർച്ചയായിട്ടും അത് ലീഗിന് കൊടുക്കേണ്ടി വരും. ലീഗിന് തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട 2ാമത്തെ മന്ത്രിസ്ഥാനം ഉണ്ടായിരിക്കേണ്ടതാണ്. അതെങ്ങനെ നമ്മുടെ
എന്താണ് രമേശ് ചെന്നിത്തലയ്ക്കോ മറ്റോ കിട്ടിയിട്ടില്ലെങ്കിൽ അടുത്ത പൊട്ടിത്തെറി തുടങ്ങും. ഇനിയാണ് മക്കളെ നമ്മുടെ കേരളം കളികൾ കാണാൻ കിടക്കുന്നത്. ബൈ.